ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഭരണമാണ്. ഹോസ്പിറ്റൽ ഭരിക്കാനുള്ള കഴിവുള്ള ഒരാൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആവാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്കില്ലാണ് നമുക്ക് വേണ്ടത്? നമ്മൾ ലൈഫിൽ ഏറ്റവും മോശം സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്താം. വി നീഡ് എ ലോട്ട് ഓഫ് കമ്പാഷൻ. ജോബ് ഇസ് ജസ്റ്റ് വൺ ഫേസ് ഇൻ അവർ ലൈഫ്. ദ ബേസിക് ഒബ്ജക്റ്റീവ് ഇസ് ടു ലിവ് വെൽ. നന്നായി ജീവിക്കുക എന്നുള്ളതാണ്. അതിന് ഇതൊരു മാർഗം മാത്രമാണ്. നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ഡു യുവർ 100%. എന്താണ് അവർക്ക് വേണ്ടത് മനസ്സിലാക്കി പെരുമാറിക്കഴിഞ്ഞാൽ തന്നെ ദർ ഇസ് നോ ബാരിയർ ടു ഗ്രോത്ത്. Hi sir. Hi. Welcome to Entri's Healthcare Talk. Thank you so much. How are you? I'm good and thanks for the opportunity. Okay, thank you sir. ഞാൻ ആക്ച്വലി ഈ ഒരു പോഡ്കാസ്റ്റ് പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ കുറേ മിസ്ലീഡിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിലൊന്നാമത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് കുറേ പേർക്ക് അറിയത്തില്ല, റൈറ്റ്? ഇപ്പോൾ ഈ കോഴ്സ് എടുത്തിട്ട് കുറേ പേർക്ക് പ്ലേസ്ഡ് ആവുന്നില്ല. അതേപോലെ തന്നെ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഒരു റൈറ്റ് കൈൻഡ് ഓഫ് ഒരു കോഴ്സ് കഴിയും, അത് കഴിഞ്ഞിട്ട് അവർക്ക് എങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പ്ലേസ്ഡ് ആവണം ആ ഒരു കൈൻഡ് ഓഫ് ആർക്കും അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പോഡ്കാസ്റ്റ് കഴിഞ്ഞാൽ അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെ അവർ ഈ കോഴ്സിലേക്ക് പോകണം, എങ്ങനെ എടുക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് മനസ്സിലാവും, റൈറ്റ്? അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം, റൈറ്റ്? ഓക്കെ. അപ്പോൾ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ? ഓക്കെ, സോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഭരണമാണ്. ഒരു ഹോസ്പിറ്റൽ ഭരിക്കാനുള്ള കഴിവുള്ള ഒരാൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആവാമെന്നുള്ളതാണ്. ഓക്കെ. ഇതിൽ സ്ഥിരമുള്ളൊരു മിസ്കൺസെപ്ഷനാണ് ഫ്രഷേഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആവുമോ ഇല്ലേ എന്നുള്ളത്. ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു പ്രോഗ്രസീവ് കരിയറാണ്. യു ഹാവ് ടു ഗ്രോ ടു ഇറ്റ്. അതെ അതെ. അപ്പോൾ എൻട്രി ലെവലിൽ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ ചെയ്ത് യു ക്യാൻ ഗെറ്റ് ഇൻ ടു ഇറ്റ്. ദർ ആർ മോർ ദൻ 13+ or 14 ജോബ് റോൾസ് വിച്ച് എനി സ്റ്റുഡൻറ്റ് ക്യാൻ ടേക്ക് അപ്പ്. ഒരു ബേസിക് ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസും ഇല്ലാത്തൊരു കുട്ടിക്ക് അത്യാവശ്യം നല്ല കോമൺ സെൻസും. നമ്മൾ ജോബിന് എപ്പോഴും അഞ്ച് കീ പറയാറുണ്ട്. അതിലൊന്ന് അക്കാഡമിക് ക്വാളിഫിക്കേഷനാണ്. 100% ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. 2 പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് ഒരു സൂപ്പർബ് കോഴ്സാണ് ഇഫ് യു ടീച്ച് ഇൻ ദ റൈറ്റ് മാനർ. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു 16ഓളം മൊഡ്യൂൾസ്, 13 ഏറ്റവും ചുരുങ്ങിയ മൊഡ്യൂൾസെങ്കിലും അവർ പഠിക്കണം. ഹോസ്പിറ്റലിൽ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് കയറാവുന്ന ജോലികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഫ്രണ്ട് ഓഫീസ്, ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒരു ഹോസ്പിറ്റൽ നോക്കുകയാണെങ്കിൽ 3:1 ആണ് നോൺ ക്ലിനിക്കൽ ടു ക്ലിനിക്കൽ സ്റ്റാഫിൻ്റെ ആവശ്യം വരുന്നത്. അതായത് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു നഴ്സോ ഒരു ഫിസിയോതെറാപ്പിസ്റ്റോ കയറുന്ന സമയത്ത് അവിടെ 3 റിസപ്ഷൻ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഡെസ്ക്, CSSD പറഞ്ഞ് ദേ ഹാവ് ക്ലോസ് ടു 13-14 റോൾസ്. ഇതിലേക്ക് ആൾക്കാർ വേണ്ടേ? സോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു ഇറ്റ്സ് നോഷൻ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. ബേസിക്കലി വരാവുന്ന ഒരു ചാലഞ്ച് ഇവർ ദേ ലേൺ ഇൻ എ റോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ദേ ലേൺ ദ റോങ് കോഴ്സ് കണ്ടന്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദേ ആർ നോട്ട് അപ്ഡേറ്റഡ്. ഈ 3 ഇൻഫർമേഷൻ കൊണ്ടായിരിക്കണം ഇങ്ങനത്തെ ഒരു മിത്ത് ഉള്ളത്. ഓക്കെ. ഇപ്പോൾ ബേസിക്കലി ഈ സ്റ്റുഡൻസ് ഇതിലേക്ക് കോഴ്സിലേക്ക് മെയിനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മെയിനായിട്ടുള്ളൊരു തോട്ട് എന്താ വെച്ചാൽ മെഡിക്കൽ ഫീൽഡാണ്. അത് എപ്പോഴും നമുക്ക് എന്നും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സംഭവമാണ്. ഇപ്പോൾ AI വന്നാലും ഫ്യൂച്ചറിൽ എന്ത് വന്നാലും നമുക്ക് മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് അന്നും ഇന്നും ജോലികളുണ്ടാവും. അത് വെച്ചിട്ടാണ് ഇവർ ഈ കോഴ്സ് എടുക്കുന്നത്. പക്ഷേ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് പ്ലേസ്ഡ് ആവുന്നില്ല. ഇപ്പോൾ ഒരു 6 മാസത്തെ കോഴ്സ് എടുത്തു, എന്നിട്ട് അവർ കറക്റ്റായിട്ട് പ്ലേസ്ഡ് ആവുന്നില്ല എന്നാണ് മെയിനായിട്ട് നമ്മളിപ്പോൾ യൂട്യൂബിൽ ഇടുന്ന കുറേ കമൻറ്റ്സ് വായിച്ചാലും അവർ പറയുന്നൊരു കാര്യം ഇതാ, ഇത് പഠിച്ചിട്ട് കാര്യമില്ല, പ്ലേസ്ഡ് ആവുന്നില്ല, ഇവർ പറയുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ശരിക്കും അത് അങ്ങനെയാണോ? ശരിക്കും നേരത്തെ പറഞ്ഞ കീ പോയിന്റിലേക്ക് തിരിച്ചു വരാം. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, കറക്റ്റ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. അതായത് പഠിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സായിരിക്കണം, കണ്ടൻറ് അതായിരിക്കണം. പേര് മാത്രം പോരാ, കണ്ടൻറ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം. 3 ഒബ്വിയസ്ലി അവർക്ക് ടെക്നോളജിക്കൽ നോളജ് വേണം. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ നോക്കുകയാണെങ്കിൽ ദി ആർ നോട്ട് യൂസിങ് പേപ്പേഴ്സ്, ദി ആർ മോസ്റ്റ്ലി ഗോയിങ് വിത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം. നിങ്ങൾക്കറിയാലോ, ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഒരു രോഗി പോകുകയാണെങ്കിൽ അവർ ആദ്യം ചെയ്യുന്ന ഒരു റിസപ്ഷനിൽ പോയിട്ട് ഇവിടെ എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്ന പേഷ്യൻ്റ് ആണോ ആണ് എന്ന് പറയുമ്പോൾ ഫോൺ നമ്പർ ചോദിക്കുക വെച്ചത്. എന്തിനത് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ ERP-നകത്ത് ഫോൺ നമ്പർ അടിക്കുന്ന സമയത്ത് സപ്പോസ് ഐ ആം ദി പേഷ്യൻറ്റ് ദീപക് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ദേ ഗെറ്റ് ദിസ് ഇൻഫർമേഷൻ നമ്പർ അടിക്കുമ്പോൾ. അവിടെ മുതൽ സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്യുവാണ്. അവിടുന്ന് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് പോയി അത് കഴിഞ്ഞ് നേരെ പോകുന്നത് നോർമലി നഴ്സിംഗ് സ്റ്റേഷനിൽ കെയർ ഡെസ്ക് എന്ന് പറയുക, കെയർ ഡെസ്കിലേക്ക് പോയി നമ്മൾ ബേസിക് ഇൻഫർമേഷൻ ചെയ്തു. ബില്ലിംഗ് കഴിഞ്ഞിട്ടാണ് നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് EMR എന്ന് പറഞ്ഞതിലേക്ക് പോകും, ഇറ്റ് ഇസ് ബേസിക്കലി ഫോർ ഡോക്ടേഴ്സ്. അത് കഴിഞ്ഞിട്ട് ലാബിലേക്ക് പോകുന്നു, ഫാർമസിയിലേക്ക് പോകുന്നു. ദാറ്റ് ഇസ് ദി ഹോൾ ഷോ. ഇവിടെ എല്ലാം കണക്ട് ചെയ്യുന്ന സിംഗിൾ സ്റ്റഫ് ഇസ് ബേസിക്കലി ടെക്നോളജി. ഈ ടെക്നോളജി അറിയില്ല എന്നുള്ളത് ആക്ച്വലി വലിയ ബാക്ക് ഫയറിങ് ഏജൻറ്റാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഐ ഹാഡ് എൻ എക്സ്പീരിയൻസ്.
കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ബിതുൻ, ഐ എം ടേക്കിംഗ് ഹിസ് നെയിം. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് ഹി നീഡ്സ് എ ഫ്രണ്ട് ഓഫീസ് പേഴ്സൺ ഹു നോസ് ദിസ് ടെക്നോളജി. അപ്പോൾ അവിടെ നോക്കുവാണെങ്കിൽ ഫ്രണ്ട് ഓഫീസിന് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പക്ഷേ അവിടെ ഫ്രണ്ട് ഓഫീസായിട്ട് കൺസിഡർ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചൊരു കുട്ടിയായിരിക്കണം, കണ്ടന്റ് പ്രൊഫഷണൽ നോളജ് ഉണ്ടായിരിക്കണം. 2, ടെക്നിക്കൽ നോളജ് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഉണ്ട്. പക്ഷേ ലാസ്റ്റ് കമ്പണന്റ് ഇസ് ബേസിക്കലി സോഫ്റ്റ് സ്കിൽസ്. അവർക്ക് അവരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ അറിയില്ല എങ്കിൽ ദേ കനോട്ട് എക്സ്പ്രസ് ദെംസെൽഫ്, ദെൻ ഹൗ കൻ ദേ എക്സ്പെക്ട് ടു ഗെറ്റ് പ്ലേസ്ഡ്? അപ്പോൾ ഈ 5 കമ്പണന്റ് ഇഫ് യു ബ്യൂട്ടിഫുള്ളി ഗിവ്, ഇറ്റ്സ് എൻ ഓഷ്യൻ. ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഈ കോഴ്സ് കൊടുക്കുന്ന കുറേ അക്കാഡമി ഉണ്ട്. അപ്പോൾ അവർ കറക്റ്റായിട്ട്, ശരിക്കും പറഞ്ഞാൽ അവർ കറക്റ്റായിട്ടൊരു എങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, കുറേ സിലബസ് കാര്യങ്ങൾ പഠിപ്പിച്ചു വിടുന്നു. പക്ഷേ എങ്ങനെ ഇവർക്ക് ഇത് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ അവർക്ക് ഇത് ചെയ്യണം, എങ്ങനെ സംസാരിക്കും, സ്കിൽ ബേസിക്കലി ഒരു അക്കാഡമിയും കൊടുക്കുന്നില്ല. റൈറ്റ്, അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അടുത്ത് എന്താണെന്ന് വെച്ചാൽ സാർ, ഇപ്പോൾ ഇതിന് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മെയിനായിട്ട് എക്സ്പീരിയൻസ് വേണം. പക്ഷേ ഇതിൽ മെയിനായിട്ട് സാർ പറഞ്ഞ പോലെ തന്നെ ഇതിൽ അറൗണ്ട് 10 ജോബ്സ് എന്തോ ഇതിൽ വരുന്നുണ്ട്. റൈറ്റ്, അപ്പോൾ ശരിക്കും ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ആസ് ഐ സെഡ്, ഒരു 16ഓളം ജോബ് റോൾസ് വരുന്നുണ്ട് ഇഫ് യു ആക്യുറേറ്റ്ലി ലേൺ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസ് മുതലാണ്. കാരണം ഏതൊരു കുട്ടിക്ക് BCom കഴിഞ്ഞു, BA കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഇഫ് ദേ ആർ ഓക്കെ, പ്രസൻറ്റബിൾ ആണ്, അവർ നന്നായി കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ മുതൽ അവർ ജോബ് റോൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫ്രണ്ട് ഓഫീസ് വന്നു, ഇനി ഫ്രണ്ട് ഓഫീസ് സൂപ്പർവൈസറിലേക്ക് പോകാം, ഇനി അതിൽ IT ബേസ് ആണെങ്കിൽ IT അഡ്മിനിസ്ട്രേറ്റർ ലെവലിലേക്ക് പോകാം. ദേ കൻ ഈവൻ ഗ്രോ ടു എ CAA പോസ്റ്റ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത പ്രകാരം ഓൾമോസ്റ്റ് വി ക്യാൻ മാപ്പ് ആർ കോഴ്സ് ടു 16+ ജോബ് റോൾസ് ഇൻക്ലൂഡിങ് CSSD പ്രൊഫഷണൽ ആവാം, ദേ ക്യാൻ ബി ഇൻഷുറൻസ് ഡെസ്ക് പ്രൊഫഷണൽ, ദേ ക്യാൻ ഗോ ടു ഫാർമസി ബില്ലിംഗ്, ദേ ക്യാൻ ഗോ ടു ജനറൽ ബില്ലിംഗ്, ദേ ക്യാൻ ഗോ ടു ലാബ് ബില്ലിംഗ്. ഇങ്ങനെ പറഞ്ഞു പോകണം, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദ ബേസിക് സ്റ്റഫേഴ്സ് ഇതെല്ലാം അവരുടെ കോഴ്സിൽ പഠിക്കുന്നുണ്ടെന്നാണ്. നേരത്തെ പറഞ്ഞു എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്നു. ഐ വുഡ് സേ ഒരുപാട് മെജോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദേ ആർ ജസ്റ്റ് നോയിങ് ദ നെയിം, ദേ നോ ദർ ഇസ് എ ട്രെൻഡ് ആൻഡ് ദേ ആർ ടീച്ചിങ് സംതിങ് ദാറ്റ് ദേ നോ. റാദർ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഡൈസ് ഗ്ലോബൽ ആൻഡ് എൻട്രി വാട്ട് വി ഡു, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇസ് ബേസിക്കലി വി ആർ ടീച്ചിങ് ദം പ്രൊഫഷണൽ സ്കിൽ പ്ലസ് ടെക്നിക്കൽ സ്കിൽ. അതുകൊണ്ട് ദേ ലാൻഡ് അപ്പ് ഇൻ എനി ജോബ്, ദാറ്റ് ഈസ് ഫോർ ഷുവർ. ഫ്രണ്ട് ഓഫീസിലാണെങ്കിലും ശരി, ഇൻഷുറൻസിലാണെങ്കിലും അവർക്ക് കയറി പോകാൻ ആ ഗേറ്റ് തുറന്ന് കിട്ടുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഓൾറെഡി ഓപ്പൺ, സോ ദേ ഹാവ് ദറ്റ് എൻട്രി. അപ്പോൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് വരാൻ എന്താണെന്ന് വെച്ചാൽ സാർ, ഇപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പേര് പറയുന്ന ഒരു കംപ്ലയിൻറ്റ്, അതൊരു പ്രോബ്ലമാണ്, ഞാൻ കറക്റ്റായിട്ട് പ്ലേസ്ഡ് ആവുന്നില്ല. ഈ അക്കാഡമി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഇസ് ഗീവൻ. റൈറ്റ്, അപ്പോൾ അവർ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പ്രോബ്ലം വരുന്ന ഒരു സംഭവമാണ്. അതാണ് മെയിനായിട്ട് ഈ പിള്ളേർ ഈ ഒരു കോഴ്സ് എടുക്കാൻ തന്നെ പേടിക്കുന്നത്. അപ്പോൾ എനിക്ക് സാർ പറഞ്ഞ പോലെ തന്നെ സാർ അറൗണ്ട് 1 lakh സ്റ്റുഡൻസിന് പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, ആൻഡ് ദാറ്റ് ഇസ് അമേസിങ് സർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കോഴ്സ് എടുക്കാൻ വരുന്നൊരു കുട്ടി, ഇപ്പോൾ എൻട്രിയിൽ നിന്ന് കോഴ്സ് എടുക്കാൻ വരുന്ന കുട്ടിക്ക് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കിട്ടുന്നുണ്ടോ? എങ്ങനെയാണ് ആ ഒരു സംഭവം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. കാരണം ഈ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ അഷ്വറൻസ് എന്ന വേർഡ് അക്കാഡമിയിൽ ഏറ്റവും കൂടുതൽ ഐഡ് സേ അബ്യൂസ്ഡ് വേർഡാണ്. അതെ, ഇപ്പോൾ കാരണം ഇപ്പോൾ ഒരു പിള്ളേർ ആദ്യം വന്ന് നിൽക്കുമ്പോൾ തന്നെ പറയുന്നതാണ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് 100% എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ കയറി വരുന്നത് അല്ലേ. അപ്പോൾ പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് അതൊന്നും ഇല്ല, ശരിക്കും പറഞ്ഞില്ല, സത്യമാണത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് സാർ അതൊന്ന്? ഓക്കെ, അഗെയിൻ ഞാൻ ഇപ്പം 1.6 lakhs എന്ന് പറഞ്ഞു. വി ഹാവ് ട്രെയിൻ മോർ ദൻ, ഞാൻ വർക്ക് ചെയ്ത ഓർഗനൈസേഷൻ ഇറ്റ് വാസ് എ മൾട്ടിനാഷണൽ കമ്പനി. ഓക്കെ, ആൻഡ് ഐ യൂസ് ടു ബി ദ വൈസ് പ്രസിഡന്റ് ആൻഡ് ഇൻ ചാർജ് ഓഫ് പ്ലേസ്മെൻറ്റ്സ്. സോ അറൗണ്ട് maybe 10-14 years I have done this, I have reached this milestone. Reaching on a reason, basically you were very specific. One, it was a team effort, it was not my effort, I was leading it. Obviously I had close to 200 placement officers and we had all the opportunities in place. ഇതിൽ ആദ്യം ജോബ് അഷ്വറൻസ് കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് എലിമെൻറ്റ് ഇസ് ബേസിക്കലി ദർ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ. ഏത് സ്ഥലത്ത് പോകുകയാണെങ്കിലും ബേസിക് ക്വാളിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വാളിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു ഓർഗനൈസേഷന് ഫസ്റ്റ് അസസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അവരുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എടുക്കുക എന്നുള്ളതാണ്. നോർമലി ഒരു എംപ്ലോയർ പെർസ്പെക്റ്റീവ് ചിന്തിച്ചോ, ലെറ്റ് us see from their shoes. അവരുടെ മുമ്പിൽ 100 കണക്കിന് റെസ്യൂംസ് വന്ന് കിടക്കുകയാണ്. ഹൗ ഡു ദേ നോ ദാറ്റ് എ പേഴ്സൺ ഇസ് ഓഫ് ക്വാളിറ്റി ഓർ നോട്ട്? ഫസ്റ്റ് നോക്കുക ക്വാളിഫിക്കേഷനാണ്, ഡിഗ്രി ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ +2 ക്വാളിഫൈഡ് ആണോ അല്ലേ. അതുണ്ടെങ്കിൽ ദാറ്റ് ആക്ച്വലി ക്ലിയർസ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് ഗേറ്റ് വേ. സെക്കൻഡ് ഇസ് ബേസിക്കലി ദെയർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്തേക്കുന്നത് അതിന് അവർക്ക് ഉള്ള ബേസിക് നോളജ് ഉണ്ടോ. അപ്പോൾ നോക്കുമ്പോൾ യെസ്, ദേ ഹാവ് ഡൺ എൻട്രിൻ്റെ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്, വിച്ച് ഗീവ്സ് എ തംസ് അപ്പ്. അഗെയിൻ ദേ നോ, ലൈക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ ഫ്രണ്ട് ഓഫീസാണ് നോക്കുന്നതെങ്കിൽ അവർക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ അറിയോ, ടെക്നോളജി അറിയാമോ, ഡു നോ ദി SOP? യെസ്,
ദെൻ അഗെയിൻ ഐ ചെക്ക്. ലാസ്റ്റ് ഇസ് ബേസിക്കലി അവർ മുമ്പിൽ വന്നിരിക്കുവാണ്, ദേ ആർ പ്രസൻറ്റിംഗ് ദംസെൽസ്. ഇവിടെയാണ് പലപ്പോഴും പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ അഷ്വറൻസ് ഫെയിൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എത്ര നോളജ് കൊടുത്തിട്ടും കാര്യമില്ല. ഹൗ ദേ പ്രസൻറ്റ് ദംസെൽസ്. ഐ ഹാവ് ടേക്കൺ തൗസൻഡ്സ് 10,000s ഓഫ് ഇൻ്റർവ്യൂസ്. കുട്ടികൾ മുമ്പിൽ വന്നിരിക്കും ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുമ്പോഴേ അവർ പലപ്പോഴും അത് ആ പ്രോപ്പർ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് കൊടുക്കാത്തത് കൊണ്ടാണ്. വിച്ച് സ്റ്റാർട്ട്സ് വിത്ത് ഹൗ ദേ ഇൻട്രൊഡ്യൂസ് ദംസെൽസ്, ഹൗ ദേ സ്മൈൽ, ഹൗ ദേ say give the resume, how they speak about their career aspiration. ഇങ്ങനെ ഒരു 100 കണക്കിന് കാര്യങ്ങളുണ്ട്. ഒരു 5-10 മണിക്കൂർ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞ 1.6 lakhs ഇസ് നത്തിങ്. കാരണം കേരളം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് പൊട്ടൻഷ്യൽ ഏരിയ ആൻഡ് യു ക്യാൻ റിയലി മേക്ക് യൂസ് ഓഫ് ദിസ്. ഇവിടെയാണ് ബേസിക്കലി ഈ നമ്മുടെ എൻട്രി ആപ്പിൻ്റെ ഈ ഡൈസ് ഗ്ലോബൽ എന്ന് പറഞ്ഞ അസോസിയേഷനായിട്ട് വരുന്ന സമയത്ത് അവർക്ക് കിട്ടുന്നത്. കാരണം അവർക്ക് സ്കില്ല് മാത്രമല്ല, ടെക്നോളജിക്കൽ സ്കില്ല് മാത്രമല്ല, ദർ ഓൾസോ ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. കേരളത്തിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള 74+ ഹോസ്പിറ്റൽസ് ഇൻക്ലൂഡിങ് ലേക്ക് ഷോർ, ലിസി, പുഷ്പഗിരി അടക്കമുള്ള എല്ലാ ഹോസ്പിറ്റൽ ഏകദേശം 8ഓളം മെഡിക്കൽ കോളേജിലേക്കുള്ള എൻട്രിയാണ് ആക്ച്വലി ഇതിലൂടെ കിട്ടുന്നത്. ദേ നോ, ബിക്കോസ് ദേ നോ ഹൗ ടു യൂസ് ദ സോഫ്റ്റ്വെയർ വിച്ച് ഇസ് യൂസ് ദെയർ. ഇവിടെ ടെക്നോളജി കൂടി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇങ്ങനെ ഒരു 5 എലിമെൻ്റ് ഉണ്ടെങ്കിൽ പ്ലേസ്മെൻറ്റ് അഷ്വറൻസ് കൊടുക്കാം. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ എല്ലാവരും നോക്കുമ്പോൾ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റിന് വേണ്ടിയായിരിക്കും എല്ലാവരും ഈ ജോലി എടുക്കുന്നത്. അതെ. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വയസ്സ്, ഇപ്പോൾ എനിക്കിപ്പോൾ 23 വയസ്സുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊരു 60 വയസ്സ് വരെ അല്ലെങ്കിൽ 50 വയസ്സ് വരെ എനിക്കിത് ഈ ഒരു കോഴ്സിൽ തന്നെ പോയിട്ട് എനിക്ക് ആ ഒരു അഷ്വറൻസ് കിട്ടുമോ? കാരണം ഫ്യൂച്ചറിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ? ഇപ്പോൾ AI വരുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഫേസ് ചെയ്യേണ്ടതുണ്ടാവുമോ? ഓക്കെ, ഒന്നാമത് ഫ്രം വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഫ്രം ജെൻസി, അവർക്കങ്ങനെ ഒരു സ്ഥലത്തിന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ താല്പര്യമില്ല. ദേ വോണ്ട് ടു ജംപ്, ദേ വോണ്ട് ടു ബി എ മൈക്രോ എൻ്റർപ്രണർ, ദേ വോണ്ട് ടു സ്വിച്ച് ജോബ്സ്, ദേ വോണ്ട് ടു എക്സ്പ്ലോർ ഫ്രം മൈ അണ്ടർസ്റ്റാൻഡിങ് ഡീലിംഗ് വിത്ത് ദീസ് സ്റ്റുഡൻസ്. സോ ഒബ്വിയസ്ലി ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സെക്യൂരിറ്റി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു നല്ല ഓപ്ഷനാണ്. ഹെൽത്ത് കെയർ കരിയർ ആസ് സച്ച്. കാരണം ഇന്ന് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രി ഓഫ് ഗ്രോത്ത്, CAGR, അതായത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഇസ് മോർ ദാൻ 17%. ഇന്ന് ഇൻഡസ്ട്രീൻ്റെ ഒരു പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി ഇറ്റ് ഇസ് ഓൺ എ $14 billion ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഗ്രോ ടു $600 billion ബൈ 2026. അതായത് ഇത് വളരാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ്. ഇതിൽ വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞാൽ റോങ് ഇൻഫർമേഷൻ. അൾട്ടിമേറ്റ്ലി വി നീഡ് ടു നോ വാട്ട് ടു സ്റ്റഡി, വേർ ടു നോക്ക്, എവിടെ നോക്ക് ചെയ്യണം, എന്ത് പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ അത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ല. ഇഫ് യു ലുക്കിംഗ് ഫോർ സെക്യൂരിറ്റി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇസ് എൻ എക്സെപ്ഷണൽ ഓപ്ഷൻ. No questions asked. Now, second aspect is basically എങ്ങനെയാണ് ജോലിക്ക് എപ്പോഴും നമ്മൾ കരിയറിൽ കയറുന്ന സമയത്ത് ചിന്തിക്കേണ്ടത് ദർ ആർ ഡോർമെൻറ്റ് ജോബ്സ് ആൻഡ് ദർ ആർ പ്രോഗ്രസീവ് ജോബ്സ്. പൊതുവെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ +2 കഴിഞ്ഞ് നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഒരു ജോലിയും ചെറുതായിട്ട് കാണുന്നില്ല. എവറി വർക്ക് ഇസ് ഇമ്പോർട്ടൻറ്റ്. അറ്റ് ദ സെയിം ടൈം ദർ ആർ സർട്ടൺ ജോബ്സ് വിച്ച് ആർ ഡോർമെൻറ്റ്. അവിടെ ഒരിക്കലും വളർച്ച ഉണ്ടാവില്ല. അവിടെ യു ഓൾവേസ് ബി സ്റ്റാഗ്നൻറ്റ്. നിങ്ങളുടെ സാലറി, നിങ്ങളുടെ ഗ്രോത്ത് സ്റ്റാഗ്നൻ്റ് ആയിരിക്കും. ബട്ട് ദർ ആർ സർട്ടൺ പ്രൊഫഷൻസ് വേർ യു ക്യാൻ ഗ്രോ ടു എനി ലെവൽ ബിക്കോസ് യു ആർ ബിൽഡിംഗ് യുവർ സ്കിൽസ്. ഇതിനാണ് പ്രൊഫഷണൽ സ്കിൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സച്ച് എ സ്കിൽ. അവർക്ക് ഫ്രണ്ട് ഓഫീസിൽ കയറിപ്പോയി ഫ്രണ്ട് ഓഫീസ് സൂപ്പർവൈസറായി IT ബേസിക് പഠിച്ചു, അല്ലെങ്കിൽ MBA എടുത്തു, ദേ ക്യാൻ ഗ്രോ ടു എ ഹോസ്പിറ്റൽ മാനേജർ, ദേ ക്യാൻ ഈവൻ ബിക്കം എ CIO അവരെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരെയുള്ള പോസ്റ്റിലേക്ക് വളരാനുള്ള ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ സേഫ് സെക്യൂർ കരിയർ, ഐ തിങ്ക് ദിസ് ഇസ് ബെസ്റ്റ്, എസ്പെഷ്യലി ഫോർ ലേഡീസ്. കാരണം അറിയാലോ, നമ്മുടെ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കെയറിംഗ് ആണ്. So more than men, I believe they are superb in that. So it's an exceptional option for me. അതേപോലെ സാർ, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഈ ഒരു കോഴ്സ് എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നതെന്ന് ജസ്റ്റ് പറയാം. ഓക്കെ, നോർമലി ഒരു ഫ്രണ്ട് ഓഫീസ് ലെവലൊക്കെ ആണെങ്കിൽ ദേ എക്സ്പെക്ട് അറ്റ് ദ ലീസ്റ്റ് മിനിമം ഒരു +2 ക്വാളിഫൈഡ് കാൻഡിഡേറ്റിനെ പ്രതീക്ഷിക്കും വിത്ത് മിനിമൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇതാണ് ബേസിക്കലി വേണ്ടത്. ഇനി അതല്ല, ഇഫ് യു ലുക്കിംഗ് ഫോർ എൻ അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവൈസറി കൈൻഡ് ഓഫ് പോസ്റ്റ്, ഗ്രാജുവേഷൻ ഇസ് എ മസ്റ്റ്. ഇഫ് യു ലുക്കിംഗ് ഫോർ എ ഹയർ ലെവൽ, ഒബ്വിയസ്ലി MBA ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള കോഴ്സസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനി ജസ്റ്റ് എല്ലാവർക്കും ഒരു ഓഡിയൻസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യനാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ജോലിക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്? ഇപ്പോൾ എങ്ങനെ ഒരാളോട് ചെയ്യണം, ഒരു സംസാരിക്കണം, ബേസിക് സ്കില്ലുണ്ടാവും. അപ്പോൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്കില്ലാണ് നമുക്ക് വേണ്ടത്? ഒബ്വിയസ്ലി യു ആർ ഇൻ ടു ഹെൽത്ത് കെയർ. നമ്മൾ ലൈഫിൽ ഏറ്റവും മോശം സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്താം അല്ലേ? ഞാനാണെങ്കിലും ബാഹിറാണെങ്കിലും വി ലാൻഡ് അപ്പ് ഇൻ ഹോസ്പിറ്റലിന് വെരി വെരി റോങ് ടൈം. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വി നീഡ് എ ലോട്ട് ഓഫ് കമ്പാഷൻ. അപ്പോൾ ഇതിലൊരു ബേസിക് സ്കിൽ എന്ന് പറയുന്നത് സോഫ്റ്റ് സ്കില്ലാണ്, കമ്പാഷനാണ്. ഇതില്ലാത്തവർ ഹെൽത്ത് കെയറിൽ പോകരുത്, എൻ്റെ റിക്വസ്റ്റാണ്. കാരണം നമ്മൾ പലപ്പോഴും മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ പോകാത്തതിൻ്റെ മെജോറിറ്റി റീസൺ ഹൗ ദേ ട്രീറ്റ് അസ് എന്നുള്ളത് കൊണ്ടാണ്. സോ ഇഫ് യു ലുക്കിംഗ് ഇൻ ടു പ്രൈവറ്റ് ഫേം, ഒബ്വിയസ്ലി ദ ഫസ്റ്റ്
പാർട്ട് ഇസ് ബേസിക്കലി യുവർ ബിഹേവിയർ. അതൊരു ഇമ്പോർട്ടൻറ്റ് കമ്പാഷൻ ഒരു വലിയ ഫാക്ടറാണ്. രണ്ട്, ഇഫ് യു ഗെറ്റ് ഇൻ ടു ദി ഹാർഡ് സ്കിൽസ്, ഒബ്വിയസ്ലി ദേ നീഡ് ടു നോ ദെയർ ട്രേഡ്. ഫോർ എക്സാമ്പിൾ ഫ്രണ്ട് ഓഫീസ് ആണെങ്കിൽ കസ്റ്റമേഴ്സിനോട് സംസാരിക്കാൻ അറിയണം, ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ അറിയണം, അവരെ ഫോർ എക്സാമ്പിൾ ഒരു ഇമോഷണൽ ടെർബുലൻസിലാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നമുക്ക് വേണം. പ്ലസ് ഹോസ്പിറ്റൽ പോളിസീനെ വയലേറ്റ് ചെയ്യാനും പാടില്ല. ഈ കോമൺ സെൻസ് ആണ് ബേസിക്കലി വേണ്ടത്. ഇനി വൺസ് യു ഗ്രോ, ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ് ഡെസ്കിലേക്കാണ് പോകുന്നതെങ്കിൽ യു ഷുഡ് നോ ഹൗ ഇൻഷുറൻസ് ഡെസ്ക് വർക്ക്സ്. അതല്ല, ഇഫ് യു ഗോയിങ് ടു CSSD, സെൻട്രൽ സ്റ്റെറൈൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, യു ഷുഡ് നോ ഹൗ ഇറ്റ് വർക്ക്സ്. ബ്ലഡ് ബാങ്ക് ആണെങ്കിൽ അങ്ങനെ, ലാബ് ആണെങ്കിൽ അങ്ങനെ, ഫാർമ ബില്ലിംഗ് ആണെങ്കിൽ അങ്ങനെ. സോ ബേസ്ഡ് ഓൺ ദാറ്റ് സ്പെസിഫിക് ഡൊമൈൻ യു ഷുഡ് ആക്ച്വലി ഏൺ. Only point what I understand is basically hospital administration കഴിഞ്ഞാൽ they get entry to 16 modules. So അവർക്ക് എപ്പോഴും ഒരു ഹയർ എഡ്ജ് ഉണ്ടാവും, ഇതല്ലെങ്കിൽ അത് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇനി രണ്ടാമതൊരു കേസ്, ഞാൻ ആദ്യം പറഞ്ഞു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഭരണമാണ്. സോ എനിക്ക് ഒരു ഓർഗനൈസേഷൻ ഭരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയണം. സോ ഇഫ് ഐ നോ 16 ജോബ് റോൾസ്, ഐ ക്യാൻ ഒബ്വിയസ്ലി മാനേജ് ദം. സോ ഐ ക്യാൻ ബി ആൻ അഡ്മിനിസ്ട്രേറ്റർ. ഇതാണ് അതിൻ്റെ ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡാണ് എല്ലാവരും ഫോറിനിൽ പോയി പഠിക്കുക. അപ്പോൾ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഓക്കെ, ഒബ്വിയസ്ലി ഹോസ്പിറ്റൽസ് ആർ എവറിവെയർ ആൻഡ് എവറി വൺ ഫോളോസ് എ സെയിം. ഫോർ എക്സാമ്പിൾ എസ്പെഷ്യലി നമ്മൾ ഈ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനൊക്കെ വന്നതോട് കൂടിയിട്ട് ഈവൺ ഇന്ത്യ മോസ്റ്റ് ഓഫ് ദി 70% ഓഫ് ദി ഹോസ്പിറ്റൽസ് ആർ ഡിജിറ്റൈസ്ഡ് അറ്റ്ലീസ്റ്റ് ടു സം എക്സ്റ്റെൻറ്റ്. ഇനി ഡിജിറ്റൈസേഷനും AI കയറി വരാനേ പോകുന്നുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന സെയിം ഫോർമുല ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പം എന്തുകൊണ്ടാണ് ട്രാഫിക്കിന് സിഗ്നൽ യൂസ് ചെയ്യണേ? ആ റെഡ് കണ്ടാൽ നമുക്കറിയാം ഇറ്റ് സ്റ്റോപ്പ്. അതേപോലെ വി കോൾ ഇറ്റ് ICD കോഡ്സ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന സമയത്ത് ഓരോ രോഗങ്ങൾക്കും ഒരു യൂണിഫോം ഗ്ലോബൽ കോഡ് ഉണ്ട്. ഇതേപോലുള്ള എല്ലാ കാര്യങ്ങളാണ് അവർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത്, വിച്ച് മീൻസ് ദേ ആർ ഗ്ലോബലി ഫിറ്റ്, നോട്ട് ജസ്റ്റ് ലോക്കൽ ഫിറ്റ്. അങ്ങനെ ഗ്ലോബൽ ഫിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ഗ്ലോബൽ ഫിറ്റ് ആണ് അവർ പഠിപ്പിക്കുന്നത്, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം സ്ഥാപനത്തെക്കുറിച്ച്, അതിൻ്റെ ക്രെഡിബിലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് പാർട്ട് ഇസ് ബേസിക്കലി ഇഫ് ദ ലുക്കിംഗ് ഫോർ നോവസിസ് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി, ആദ്യം അറിയേണ്ടത് അവിടുത്തെ റിക്വയർമെൻറ്റ്സ് ആണ്. ഇവർ നോക്കേണ്ടത് എന്ത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിന് ദേ ഹാവ് ടു ഡു എ റിസർച്ച്. നന്നായി റിസർച്ച് ചെയ്യുക, എന്തൊക്കെയാണ് ഹോസ്പിറ്റൽസ് പഠിപ്പിക്കുന്നത്, അവർ ആവശ്യപ്പെടുന്ന റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അക്കാഡമിക് സ്കിൽ, പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് ടെക്നിക്കൽ സ്കിൽസ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പുറത്തേക്കുള്ള മെജോറിറ്റി ഹോസ്പിറ്റൽ അവർ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അവർ സെർവ് ചെയ്യുന്നത് പ്രീമിയം ഓഡിയൻസ് ആണ് മോസ്റ്റ്ലി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്രൈറ്റീരിയ ഫിറ്റ് ആണെന്ന് കണ്ടാൽ മാത്രം അവിടേക്ക് പോകാം. സോ ഗെയിൻ എക്സ്പീരിയൻസ് ഫ്രം ഇന്ത്യ ആൻഡ് ദെൻ ഗോ എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ഫൗണ്ട് മോസ്റ്റ്ലി. ഇനിയിപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് അറൌണ്ട് 7 countries. 7 രാജ്യങ്ങളിൽ ഏകദേശം ഒരു 100+ ഹോസ്പിറ്റൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ ഇന്ത്യയിലുള്ള മൾട്ടിനാഷണൽ ഹോസ്പിറ്റൽസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ദേ ഹാവ് എൻ ഓപ്ഷൻ ടു ഗെറ്റ് ഇൻ ടു ആർ ഹോസ്പിറ്റൽസ് ടു. അപ്പോൾ നമുക്ക് എന്താണ് ഈ കോഴ്സ് എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് സാറിന് കൊടുക്കേണ്ട ഒരു മെസ്സേജ് എന്താണ്? ഓക്കെ, സോ job is just one phase in our life. The basic objective is to live well. നന്നായി ജീവിക്കുക എന്നുള്ളതാണ്. അതിന് ഇതൊരു മാർഗം മാത്രമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് യൂസ്, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ നോട്ട് പ്രൊഫഷണലി ഹാപ്പി, യു ആർ നോട്ട് പേഴ്സണലി ഹാപ്പി. ഇത് രണ്ടും വളരെ വളരെ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ബേസിക്കലി ലവ് യുവർ സെൽഫ്. നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ജോബിനെ സ്നേഹിക്കാൻ പറ്റില്ല. ലവ് യുവർ സെൽഫ്, കീപ്പ് ഓൺ ലേണിംഗ്. Second stuff, wherever you're working, at whatever salary you are, do 100%. Because you have to think from an entrepreneur perspective too. നമ്മൾ പലപ്പോഴും എസ്പെഷ്യലി നമ്മളെ നാട്ടുകാർ നമ്മളെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ്, നമ്മളെ കടമകളെക്കുറിച്ച് മറന്നു പോകും. എവിടെ പോകണം, ഗിവ് യു 100%, ഡു 100%. ഇതൊരു ഇറ്റ്സ് എ നാച്ചുറൽ ലോ ഓർ എ യൂണിവേഴ്സൽ ലോ ദാറ്റ് ഇഫ് യു ഡു യുവർ 100%, യു വിൽ ഗെറ്റ് ഇറ്റ് ദ റിസൾട്ട്സ്. അത് കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ് ടു ഓൾ മൈ ഫ്രണ്ട്സ് ഔട്ട് ഹിയർ. എൻ്റെ കുട്ടികളോട് ഞാൻ പറയണേ, നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ഡു യുവർ 100%. എന്താണ് അവർക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി പെരുമാറിക്കഴിഞ്ഞാൽ തന്നെ ദർ ഇസ് നോ ബാരിയർ ടു ഗ്രോത്ത്. ഞാൻ കണ്ടിട്ടുണ്ട് പല കുട്ടികളും ചെറിയ റോളിൽ കയറി വന്ന് ഈവൻ പാർട്ട്നേഴ്സ് വരെ ആയിട്ട് ഈവൻ സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ തുറന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ദേ ഹാവ് ഗ്രോൺ ബിഗർ ദാൻ ദി ഓർഗനൈസേഷൻ വെർ ദേ സ്റ്റാർട്ടഡ്. ഇതെല്ലാം നിങ്ങൾക്ക് പോസിബിളാണ് വിത്ത് ദ കറക്റ്റ് ആറ്റിറ്റ്യൂഡ്. സോ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ്. അപ്പം ലവ്, റെസ്പെക്റ്റ്, ഇതൊക്കെ വളരെ ആൽഫ ലെവലിലുള്ള ക്വാളിറ്റീസ് ആണെങ്കിൽ ദാറ്റ് ക്യാൻ ടേക്ക് യു ടു എ ലോങ് എക്സ്റ്റെൻറ്റ്. ആൻഡ് ഫോർ ദാറ്റ് പലപ്പോഴും ഭാഗ്യം കൂടി ഒരു വലിയ ഫാക്ടറാണ്. എൻ്റെ ഒരു വിശ്വാസം ബേസിക്കലി നമ്മുടെ പാരൻസിനെ, ഹൗ വി ട്രീറ്റ് അവർ പാരൻസ്, ഹൗ വി ട്രീറ്റ് അവർ ഫെല്ലോ ബീയിങ്സ്, ഹൗ വി ട്രീറ്റ് അവർ സൊസൈറ്റി, ഇതെല്ലാം നമ്മുടെ ഭാഗ്യത്തിന് തുണയ്ക്കുന്ന കാര്യങ്ങളാണ് എന്ന് എൻ്റെ ദാറ്റ്സ് മൈ ആൽഫ ലെവൽ ഓഫ് തിങ്കിങ്. സോ ഇതെല്ലാം ടേക്ക് കെയർ ഓഫ് ഇറ്റ് ആൻഡ് പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്, and the world is all yours. Make a difference. Thank you so much, sir. Thank you for being in the podcast. Yeah, it's my honor. Yeah.